നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. പിടിമുറുക്കുന്ന പരിഷ്കരണം. സാമ്പത്തിക മേഖലയിൽ നിർണായക പരിഷ്കരണങ്ങളുമായി മോദി സർക്കാർ. 3 ലക്ഷത്തിന് മുകളിലുള്ള പണമിടപാടുകൾക്ക് നിയന്ത്രണം. കൂടുതൽ തുക ചെക്കായോ ഡിജിറ്റൽ ഇടപാടുകൾ വഴിയോ വിനിയോഗിക്കാം. രാഷ്ട്രീയ പാർട്ടികൾക്ക് പണമായി സംഭാവന നൽകാവുന്നത് പരമാവധി 2000 രൂപ വരെ. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി 5% മാത്രം. 50 ലക്ഷം മുതൽ 1 കോടി വരെ വരുമാനമുള്ളവർക്ക് 10% സർചാർജ് ഏർപ്പെടുത്താനും തീരുമാനം. അതേസമയം 2.5 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ഫലത്തിൽ നികുതിയില്ല. കർഷകർക്ക് ആശ്വാസം. കാർഷിക മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മുൻതൂക്കം നൽകി മോദി സർക്കാരിന്റെ 4ാം പൊതു ബഡ്ജറ്റ്. 10 ലക്ഷം കോടി രൂപ വരെ കാർഷിക വായ്പ അനുവദിക്കുമെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. കർഷകർക്ക് 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കും. കർഷകരുടെ വരുമാനം 5 വർഷം കൊണ്ട് ഇരട്ടിയാക്കുമെന്നും പ്രഖ്യാപനം. കാർഷിക രംഗത്ത് സർക്കാർ പ്രതീക്ഷിക്കുന്നത് 4.1% വളർച്ച. ക്ഷീരവികസന ഫണ്ടിലേക്ക് 8000 കോടി. ജലസേചന സൗകര്യത്തിന് നബാർഡ് വഴി പ്രത്യേക ഫണ്ട് അനുവദിക്കും. ചെറുകിട ജലസേചന പദ്ധതികൾക്ക് 5000 കോടി. 2018 ഗ്രാമങ്ങളിൽ 100% വൈദ്യുതീകരണം നടപ്പാക്കുമെന്നും സർക്കാർ. ഗ്രാമവികസനത്തിന് ഊന്നൽ നൽകുന്ന ബഡ്ജറ്റിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുഖ്യ ലക്ഷ്യം. 2019 1 കോടി കുടുംബങ്ങളെ ദാരിദ്ര്യമുക്തമാക്കും. തൊഴിലുറപ്പ് പദ്ധതി വിഹിതത്തിൽ 10000 കോടിയുടെ വർധന. 2 വർഷത്തിനുള്ളിൽ ഗ്രാമീണ മേഖലകളിൽ 1 കോടി വീടുകൾ നിർമ്മിക്കും. പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് 23,000 കോടിയുടെ സഹായം. സുരക്ഷയ്ക്ക് 1 ലക്ഷം കോടി. രാജ്യത്ത് റെയിൽ യാത്രാ സുരക്ഷ ഉറപ്പുവരുത്താൻ 1 ലക്ഷം കോടിയുടെ തുക അനുവദിച്ച സർക്കാർ. റെയിൽവേയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ 1.31 ലക്ഷം കോടിയുടെ നിക്ഷേപം. 3500 കിലോമീറ്ററിൽ പുതിയ റെയിൽ പാളങ്ങൾ. 2020 ആളില്ല ലെവൽ ക്രോസുകൾ പൂർണ്ണമായും ഇല്ലാതാക്കും. റെയിൽവേ സേവനങ്ങൾ സംബന്ധിച്ച് പരാതി അറിയിക്കാൻ കോച്ച് മിത്ര പദ്ധതി. ഓൺലൈൻ ബുക്കിംഗ് പ്രയോജനപ്പെടുത്താൻ റെയിൽവേ ടിക്കറ്റിംഗ് സേവനങ്ങൾക്കുള്ള സർവീസ് ചാർജ് ഒഴിവാക്കി കേന്ദ്ര നടപടി. 500 സ്റ്റേഷനുകൾ ഭിന്നശേഷി സൗഹൃദമാക്കും. രാജ്യത്തെ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ വിനോദസഞ്ചാര സോണുകൾ തുടങ്ങും. 2000 സ്റ്റേഷനുകളിൽ സൗരോർജ്ജ പദ്ധതി. അതേസമയം ഇത്തവണയും കേരളത്തെ തഴഞ്ഞ് ജാർഖണ്ഡിലും ഗുജറാത്തിലും എയിംസ് അനുവദിച്ച സർക്കാർ. ജനറിക് മരുന്നുകളുടെ വ്യാപനം പ്രോത്സാഹിപ്പിക്കും. ജീവൻ രക്ഷാ മരുന്നുകളുടെ വില കുറയുമെന്നും അരുൺ ജെയ്റ്റ്ലി. പ്രശംസയും നിരാശയും. അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിച്ചത് ചരിത്ര ബഡ്ജറ്റ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഡ്ജറ്റ് ഇന്ത്യൻ സാമ്പത്തിക സ്ഥിതിക്ക് കൂടുതൽ കരുത്ത് പകരുന്നത്. പൊതു ബഡ്ജറ്റിനൊപ്പം റെയിൽവേ ബഡ്ജറ്റ് ഏകീകരിച്ചത് വിപ്ലവകരമായ തീരുമാനം. കർഷകരുടെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തെ ബഡ്ജറ്റ് ഏറെ സഹായിക്കുമെന്നും മോദി. അതേസമയം കേന്ദ്ര ബഡ്ജറ്റ് നിരാശാജനകമെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി. യുവാക്കളെയും കർഷകരെയും കേന്ദ്ര സർക്കാർ വഞ്ചിച്ചു. അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിച്ചത് രാജ്യ പുരോഗതി സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്ത ബഡ്ജറ്റ് എന്നും രാഹുൽ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2750 രൂപ, പവൻ 22,000 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. ഇപ്പോൾ കേന്ദ്ര ബഡ്ജറ്റിന്റെ വിശദാംശങ്ങളുമായി പ്രതീക്ഷും സേതുലക്ഷ്മിയും ചേരും. നമസ്കാരം.